കെട്ടിയവനും കൂടി കാലത്ത് തന്നെ നല്ല ഫുഡ് അടിയിലാട്ടെ. നമ്മൾ വീട്ടിലുണ്ടാക്കിയതെന്നല്ല ഇത്. നമ്മൾ ഗ്രീൻ പീസ് കറി, പിന്നെ ഞാൻ പൊറോട്ട എടുത്തിട്ടുള്ളത്, സിനോജയുടെ പത്തിരിയും കറിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മനാഫക്കാരുടെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അവരുടെ വീട്ടിൽ നിന്നായിരുന്നു അന്നത്തെ ദിവസത്തെ 3 നേരത്തെ ഫുഡും നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിള്ളേരുണ്ടായിരുന്നില്ല. പിള്ളേർ വ്യാഴാഴ്ച പോയിട്ട് ശനിയാഴ്ച കാലത്ത് അംഗനവാടിയിലെ പ്രവേശനോത്സവത്തിൻ്റെ ഒരു ടൈമിലാട്ടോ അബിയും അളിയനും കൂടെ കൊടുന്നാക്കി തന്നത്. ചേച്ചിയുടെ വീട്ടിലായിരുന്നു കേട്ടോ സിനോജേണ്ട. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ നിൽക്കാനായിട്ട്. അങ്ങനെ പിന്നെ സിനോജേട്ട അംഗനവാടി വരെ ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തു. നമ്മൾ പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് നേരത്തെ പരിപാടി ഉണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ കൊച്ചാപ്പിക്ക് ദേഷ്യം പിടിച്ചു. ഞാൻ പറഞ്ഞു പിള്ളേരൊക്കെ ഫ്രണ്ടിൽ കുഞ്ഞിക്കസേരയിലാണ് ഇരിക്കണം, അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ പോയി ഇരുന്ന് സങ്കടമായി ദേഷ്യം പിടിച്ചു. ഞാൻ പിന്നെ വല്ലാതെ മൈൻഡ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ അതേ അമ്മ ഞാൻ വന്നു എന്നെ മടിയിലിരുത്തുമെന്ന് പറഞ്ഞിട്ട് മടിയിൽ കയറാനുള്ള തത്രപ്പാടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബലൂണിന് വേണ്ടിയിട്ട് രണ്ടാളും കൂടി തല്ലുകൂടി. അപ്പോൾ അടുത്തിങ്ങനെ പിടിച്ചിരുത്തിയിട്ട് എനിക്ക് കൂടുതൽ തല്ലൂട്ടം വഷളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ടീച്ചർ ഇങ്ങനെ ഓരോ കുട്ടികൾക്ക് ഇങ്ങനെ തൊപ്പി പോലെ ഞങ്ങളും അംഗനവാടിയിലേക്ക് ഇന്ന് അങ്ങനെ എന്തോ എഴുതിയിട്ടുള്ള ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തരുന്നു പറഞ്ഞപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഫ്രണ്ടിൽ പോയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ 2 ടീച്ചേഴ്സാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ടീച്ചർ, മറ്റേതൊരു ഹെൽപ്പർ ടീച്ചറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾ ടീച്ചറുടെ ചെറിയൊരു ടോക്കൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ പ്രസംഗം പോലെ ചെറുതായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളത് ഞങ്ങളുടെ വാർഡിലത്തെ മെമ്പറാണ്. അപ്പോൾ ആ ചേട്ടനും ചെറിയ രീതിയിലൊക്കെ സംസാരിച്ചു. പിന്നെ പുതിയ പിള്ളേർക്ക് ഇങ്ങനെ പൂ പോലെ ഇങ്ങനെ കൊടുക്കണ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ബലൂണൊക്കെ ആയിട്ട് കൊച്ചാപ്പയോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലഡു, മിഠായി, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേരെല്ലാവരും ഒരുമിച്ച് നിർത്തിയിട്ടായി. ഇത് നിർത്തണമെങ്കിൽ ചിലവർ അങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണം, അങ്ങോട്ട് ഓടണം, അതിൽ നിന്ന് കരയണവരും ഉണ്ട് കേട്ടോ. ടീച്ചർമാരൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല പിള്ളേരിങ്ങനെ മേയിച്ച് കൊണ്ട് നടക്കണത്. അങ്ങനെ പിള്ളേർക്ക് ഓരോ എന്തൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കൊച്ചാപ്പിക്ക് ഒരു ക്രയോണും പിന്നെ ഒരു കളർ ബുക്കും കേട്ടോ പുതിയ പിള്ളേർക്ക് അങ്ങനെ കൊടുത്തത്. അങ്ങനെ അപ്പം തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു നടന്നു കേട്ടോ. അങ്ങനെ പിന്നെയും നല്ല അടിപൊളി ഫുഡ്. യെസ്, ചിക്കൻ ബിരിയാണി ഉണ്ട്, നെയ്ച്ചോറുണ്ട്. ചിക്കൻ ബിരിയാണി നമുക്ക് ഐഷുമാർന്ന് കൊടുക്കുന്നതാണ്, ഞാൻ പിറ്റേ ദിവസം ചൂടാക്കിയതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബീഫ് ഉണ്ട് കേട്ടോ. ബീഫ് നമ്മുടെ അളിയൻ്റെ അല്ല, നമ്മുടെ മനാഫക്ക ഫസിത്ത, ഞാൻ പറഞ്ഞല്ലോ അവിടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഇതാരാന്ന് ചോദിച്ചാൽ എനിക്കും സിനോജേട്ടനും ഒരുപാട് ഇഷ്ടമുള്ള ആൾ, ഞങ്ങൾ കുറേ റെസ്പെക്റ്റ് ചെയ്യണ 2 ആൾക്കാരാണ് കേട്ടോ, ഫസിത്തയും മനാഫക്കൊക്കെ. അപ്പോൾ അവിടെ നിന്ന് കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായി കഴിച്ച് കുറച്ച് നേരം ഞാൻ മാത്രം കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടാ. കൊച്ചാപ്പീനായിട്ട് മുടി വെട്ടാൻ വന്നു 2 പേരുണ്ട് കേട്ടോ. കൊച്ചാപ്പിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ടാണ് മുഖം ഇങ്ങനെ ഇരിക്കണത്. ടൂട്ടൂന് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് മുടി വെട്ടായിരിക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വേഗം കയറി കുത്തിയിരുന്നു. ഞാൻ പറഞ്ഞു കൊടുത്ത മോഡൽ വേറെ ഹെയർ കട്ടാണ്, പക്ഷേ ആ ചേട്ടൻ വെട്ടിയത് വേറെ ഏതാണ്. എന്തെങ്കിലും ആവട്ടെ വിചാരിച്ചു. അംഗനവാടിയും സ്കൂളൊക്കെ തുറന്നതല്ലേ, ഇങ്ങനെ 2 പേരും നല്ല ചുള്ളപ്പന്മാരാക്കി ഞാനും ജസ്റ്റ് പാർലറിലൊക്കെ പോയി ത്രെഡ് ചെയ്തിട്ടാട്ടാ പിന്നെ വീട്ടിലേക്ക് വന്നേ.